പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ഒക്ടോബർ മാസത്തില് പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തില് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മ മാതാവിന്റെ സാന്നിധ്യവും ശക്തിയും അമ്മയുടെ ശക്തമായ കൃപയുടെ സമൃദ്ധിയും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തില് പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും പരിശുദ്ധ അമ്മ മാതാവിന്റെ ശക്തമായ സാന്നിധ്യവും നൽകി ദൈവമായ കർത്താവെ, ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ ജീവിതങ്ങളെ, വീടിനെ, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മ മാതാവിന്റെ സാന്നിധ്യം, അമ്മയെ വിളിച്ചുള്ള പ്രാർത്ഥന നമുക്ക് നൽകുന്ന വലിയ സ്വാതന്ത്ര്യം, ശക്തി, സൗഖ്യം, വിടുതൽ വളരെയേറെ വലുതാണ്. അമ്മയെ ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ച് നിയോഗിച്ച് നൽകിയിരിക്കുന്നതാണ്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹനീയമായ സൃഷ്ടിയാണ് പരിശുദ്ധയമ്മ. ജന്മപാപമില്ലാതെ ജനിപ്പിക്കപ്പെട്ടവളും ദൈവകൃപയാൽ നിറയപ്പെട്ടവളും വചനം മാംസം ധരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവളും നമ്മുടെ സഹരക്ഷകയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവളും മാത്രമല്ല, ലോകാവസാനം വരെ നമ്മുടെ ജീവിതത്തില്, സഭയില്, കുടുംബത്തില്, മക്കളില്, ലോകം മുഴുവനിലും അതിശക്തമായിട്ട് ഇടപെടുന്നവളുമാണ് പരിശുദ്ധയമ്മ. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഇന്ന് ലോകത്തിൽ ജീവിച്ച ഏതൊരു സ്ത്രീയെക്കാളും ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ മഹനീയ സ്ത്രീയാണ് ഈ പരിശുദ്ധയമ്മ. അമ്മയെ പോലെ ഈ ലോകത്തെ, മാനവകുലത്തെ സ്വാധീനിച്ച ഒരു സ്ത്രീയുണ്ട്. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് എന്ന് പറയപ്പെട്ടത് വലിയ സത്യമാണ്. എലിസബത്തിലൂടെ സ്വർഗമാ പറഞ്ഞ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എന്തുമാത്രം സ്ത്രീകൾ ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയി. ഇതുപോലെ സ്വാധീനിച്ച ഒരു സ്ത്രീ ഈ ലോകത്തിലില്ല. പല സ്ത്രീകൾ നോക്കിക്കോ, ഇന്നും പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട്, ഫാത്തിമയില്, ലൂർദില്, മെച്ചുഗോറിയില്, ഒത്തിരിയേറെ മറ്റിടങ്ങളില് പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ ശക്തമായ സാന്നിധ്യം, ഇടപെടല് വളരെയേറെ ശക്തമാണ് മക്കളെ. അതുകൊണ്ട് ഈ അമ്മയെ നമ്മൾ വിലമതിക്കണം, അമ്മയെ വിലമതിക്കണം, അമ്മയെ അറിയണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധയമ്മ. 33:15 നമുക്കറിയാം, നീയും സ്ത്രീയും തമ്മിലും പിശാചിനോട് സാത്താനോട് ദൈവം പറയാ, ശത്രുത ഉളവാക്കും. പിശാചിനെതിരെ ശക്തമായ ആയുധമാക്കി, ശത്രുത ഉളവാക്കി ഈ സ്ത്രീയെ പരിശുദ്ധ അമ്മയെ ദൈവം ഉയർത്തി. ഉൽപ്പത്തി പുസ്തകത്തിലെ വാഗ്ദാനമാണ് പരിശുദ്ധയമ്മ. ഈ അമ്മയുടെ സാന്നിധ്യം, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ശക്തമായ കരുത്താണ്, ബലമാണ്, ഉറപ്പുള്ള സങ്കേതമാണ്. അമ്മ നമുക്കെല്ലാമാണ്. അതിനാ ദൈവം അമ്മയെ തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ അപരിമയമായ ദൈവിക ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലുള്ള സൃഷ്ടികർമ്മം ആണ് പരിശുദ്ധയമ്മ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ അമ്മയെ വിളിച്ചപേക്ഷിക്കണം. അമ്മ മാതാവിന്റെ സാന്നിധ്യം, നമ്മള് ഈ അമ്മയെ അറിഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അമ്മയെ അറിയാൻ പോകും. അമ്മ എന്ന സ്ത്രീ നമുക്ക് കണ്ടില്ലേ, ഇതുപോലെ സ്വാധീനിച്ച, ലോകത്തെ സ്വാധീനിച്ച, മനുഷ്യ മക്കൾ ജീവിതത്തിൽ ഇടപെട്ട, മനുഷ്യ മക്കൾ ദൈവത്തിലേക്ക് അടുപ്പിച്ച, രക്ഷയിലേക്ക് ആനയിക്കുന്ന ഇതുപോലത്തെ ഒരു സ്ത്രീ ഈ ലോകത്തിൽ വേറെ ഇല്ല. ഈ അമ്മയെ കുറിച്ച്, ഈ സ്ത്രീയെ കുറിച്ച് നമ്മൾ അറിയണം. ഈ സ്ത്രീയാണ് നമ്മെ യഥാർത്ഥമായ രക്ഷകനിലേക്ക് അടുപ്പിക്കുന്ന സഹരക്ഷകൻ.
അതുകൊണ്ടാണ് ഫുൾട്ടൻ ജംഗ്ഷൻ ഇങ്ങനെ പറയുന്നുണ്ട്, മാലാഖ ഇറങ്ങി വന്ന് ഈ അമ്മയെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഈ അമ്മയെ അറിഞ്ഞ് സ്വർഗം വെളിപ്പെടുത്താണ്, ദൈവകൃപ നിറഞ്ഞവൾ. ഈ അഭിവാദന സ്വരം കേട്ടപ്പോ ഫുൾട്ടൻ പറയാ, സാത്താൻ ഞടുങ്ങി വിറച്ചു, നരക കവാടങ്ങൾ പ്രകമ്പനം കൊണ്ടു. കാരണം ദൈവകൃപ നിറഞ്ഞവൾ, ജന്മപാപമില്ലാത്തവൾ. നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ കൂടുതൽ ധ്യാനിച്ച് ഈ അമ്മയെ അറിഞ്ഞ് അമ്മയെ വിളിച്ച് നമ്മുടെ കൂടെ നിർത്തണം. അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ, ആ അഭിസംബോധന കേട്ടപ്പോ സാത്താൻ ഞടുങ്ങി വിറച്ചു. കാരണം അവന്റെ തല തകർക്കാനുള്ളവരാണ്. നീ സ്ത്രീയും തമ്മിൽ ശത്രുത, അവൾ നിന്റെ തല തകർക്കും, അവൾ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന രക്ഷാകര പ്രവൃത്തിയിൽ സാത്താന് സംഭവിക്കാൻ പോകുന്ന വലിയ പരാജയത്തിന്റെ അടിസ്ഥാന വചനമാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അതുകൊണ്ട് തന്നെ ഈ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോ അച്ഛൻ പറഞ്ഞില്ലേ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ഈ അമ്മയുടെ സാന്നിധ്യം വന്ന് നിറയണം. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തണം. അതുപോലെ നമ്മുടെ ജീവിതത്തില് ഓരോ നിയോഗങ്ങളുടെ മേലും കുടുംബത്തിലെ അവസ്ഥകളുടെ മേലും മക്കളുടെ കൂടെയും അമ്മയെ വിളിച്ച് സാന്നിധ്യം ഉറപ്പിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, സാത്താന്റെ ആധിപത്യങ്ങള്, നരകത്തിന്റെ അധികാരങ്ങള് എല്ലാം നശിപ്പിക്കപ്പെടും, തകർക്കപ്പെടും. അവന്റെ ആധിപത്യങ്ങൾ അവസാനിപ്പിക്കപ്പെടും. അതുകൊണ്ട് വിശ്വാസത്തോടെ ശരണത്തോടെ ഈ അമ്മയെ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ച് അറിഞ്ഞ് ജപമാല ചൊല്ലുമ്പോ എന്താ സംഭവിക്കണമെന്നറിയോ? അമ്മ മാതാവിന്റെ സാന്നിധ്യം വരണം. അതുപോലെ വിളിച്ചപേക്ഷിക്കണം, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുമ്പോ അമ്മയുടെ സാന്നിധ്യം വരത്തക്ക വിധത്തിൽ അമ്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവിന്റെ വലിയ ഇടപെടല് അമ്മ മാതാവിലൂടെ ലോകം മുഴുവനിലും ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അമ്മ ഇന്നും ഇടപെടുന്നവളാണ്. അമ്മ ഇന്നും പ്രവർത്തന നിരതയാണ്. അമ്മയ്ക്ക് വിശ്രമമില്ല. അമ്മ നമ്മെ മക്കളായിട്ട് സ്വീകരിച്ചത് അന്ത്യാഭിലാഷമായിട്ട് തന്റെ തിരുക്കുമാരന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നാണ്. അമ്മ ഒരിക്കലും നമ്മെ കൈവിടില്ല. ബെർണാർഡ് പറഞ്ഞില്ലേ, അമ്മയുടെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി കേട്ടിട്ടില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകി. ആ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അമ്മ മാതാവിന്റെ മാതൃ സംരക്ഷണത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് പരമേൽപ്പിച്ചല്ലോ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടില്, ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു തിന്മയ്ക്കും ഒരു പിശാചിനും ഒരു നാശത്തിനും ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ കുടുംബങ്ങളെയോ തകർക്കാനാകത്തില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അത്രമാത്രം ശക്തിയാണ് പരിശുദ്ധി അമ്മ. ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധി അമ്മ. സാത്താനെതിരെയുള്ള ശക്തമായ ആയുധം, അവന്റെ തലയെ തകർത്ത അമ്മ മാതാവിന്റെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കാനും അമ്മയെ കൂടെ നിർത്താനും ഭാഗ്യം ലഭിച്ചവരാണല്ലോ ഞങ്ങൾ. ഈശോ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അമ്മ മാതാവ് എന്ന ഭാഗ്യത്തെ സ്വന്തമാക്കി, അമ്മ മാതാവിന്റെ സാന്നിധ്യത്തെ സ്വന്തമാക്കി, കൃപ നിറഞ്ഞ അമ്മയെ വിളിച്ച് കൂടെ നിർത്തിക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ അങ്ങയുടെ മക്കൾക്കിടയാകട്ടെ. ഈ ഒക്ടോബർ മാസത്തിന്റെ ചൈതന്യത്തില് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യത്തിന്റെ ശക്തമായ ഇടപെടലുകള് ലോക ചരിത്രത്തെ ഞങ്ങൾ പല സ്ഥലത്ത് കാണുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തില് ഈ ഒക്ടോബർ മാസത്തിൽ അനുഭവിച്ചറിയാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ചും ഒരു 3 നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ 3 നിയോഗങ്ങളും ഒപ്പം മറ്റെല്ലാ നിയോഗങ്ങളുടെ മേലും പ്രാർത്ഥനകളുടെ മേലും അവസ്ഥകളുടെ മേലും അമ്മ മാതാവിന് ശക്തമായ മാധ്യസ്ഥ ഇടപെടല് ഉണ്ടാകട്ടെ. അത് കാണുവാൻ ഞങ്ങളുടെ മക്കൾക്ക്, ഈ മക്കൾക്ക്, ഇവിടെ കുടുംബങ്ങൾക്ക്, ഇവിടെ നിയോഗങ്ങൾക്ക് എല്ലാം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അമ്മ മാതാവിന്റെ സാന്നിധ്യത്തില്, കർത്താവിന്റെ സാന്നിധ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങൾ വിശ്വസിച്ചോ, അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗവും ഈശോ തിരസ്കരിക്കില്ല, നിരസിക്കില്ല. അത് ഉറപ്പാ.
അമ്മയുടെ മാധ്യസ്ഥം, അമ്മയുടെ സഹായം, അമ്മയുടെ ഒരു യാചന നമുക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ ഉയർത്താൻ അത് തീർച്ചയായും സ്വീകരിക്കപ്പെടും. കാനായിലെ സംഭവം നമുക്കറിയാം. അമ്മയുടെ മാധ്യസ്ഥത്തില് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവികാനുസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനു വേണ്ടി വിശ്വാസത്തോടെ, ശരണത്തോടെ, സ്നേഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരണീശോയെ എല്ലാ വരങ്ങളും ചിന്തിക്കൊണ്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് അമ്മയുടെ മക്കളെ ഞങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ മനസ്സറിഞ്ഞ് അമ്മയെ സ്വന്തമാക്കി സ്വീകരിച്ച് അമ്മയെ കൊണ്ട് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജീവിതങ്ങൾ അറിയപ്പെടട്ടെ, നയിക്കപ്പെടട്ടെ, സംരക്ഷിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദിവ്യകാനുസ്ഥാനത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ.